പെരുമ്പാവൂർ നഗരസഭയുടെ മുൻ നഗരസഭാ ചെയർമാനും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ പെരുമ്പാവൂരിലെ നേതാവുമായിരുന്ന KMA സലാം വിടവാങ്ങിയിരിക്കുകയാണ്. ഈ വിയോഗത്തിൽ പെരുമ്പാവൂരിലെ ധാരാളം ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂർ നഗരസഭയുടെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയും വളർച്ചയിൽ നെടുനായകത്വം വഹിച്ച സാധാരണക്കാരുടെ നേതാവായിരുന്നു KMA സലാം നമ്മോട് വിടവാങ്ങിയിരിക്കുകയാണ്. പെരുമ്പാവൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന യുവ നേതാവായിരുന്നു ഒരു കാലത്ത് KMA സലാം. ഒരു തീരാനഷ്ടമാണ് സലാമക്കയുടെ വിയോഗം മൂലം ഉണ്ടായിട്ടുള്ളത്. അസുഖബാധിതനായി ദീർഘകാലമായി പൊതുരംഗത്തു നിന്നും മാറി വിശ്രമത്തിൽ ആയിരുന്നെങ്കിലും പെരുമ്പാവൂരിന്റെ വളർച്ചയ്ക്ക് മികച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകി വന്ന വ്യക്തിയായിരുന്നു KMA സലാം. പെരുമ്പാവൂരിന്റെ രാഷ്ട്രീയ മേഖലയിൽ തിളങ്ങി നിന്ന വ്യക്തിയാണ് ശ്രീ KMA സലാം. ഇന്ന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റ ഏറ്റവും വലിയ നഷ്ടമാണ് KMA സലാമിൻ്റെ വിയോഗം. കോൺഗ്രസ് പ്രവർത്തകരുടെ വളരെയധികം പിന്തുണയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഒരു കോൺഗ്രസ് നേതാവാണെങ്കിലും ഇവിടെയുള്ള മറ്റ് സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളുമായി അടുത്ത ബന്ധം സലാമിനുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായി രോഗബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഈ സന്ദർഭത്തിലും പൊതുരംഗത്ത് തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയുണ്ടായി. ജനങ്ങളുമായി ബന്ധപ്പെടുകയും രാഷ്ട്രീയ വികസന കാര്യങ്ങളിലും സാംസ്കാരിക മത മേഖലകളിലും അദ്ദേഹം ഇടപെട്ടു. ഈ 2026 ആഗസ്റ്റ് 15 തൻ്റെ സ്വന്തം വാർഡിൽ അവിടെ ദേശീയ പതാക ഉയർത്തിയത് അദ്ദേഹമാണ്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനത്തിൻ്റെ അന്ന് ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചും മറ്റും പൊതുവായ കാര്യങ്ങൾ ഞാനുമായി സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ KPCCയുടെ മെമ്പർ എന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. പെരുമ്പാവൂരിൽ നിന്നുള്ള KPCCയുടെ 2 മെമ്പർമാർ ശ്രീ PP തങ്കച്ചൻ സാറും ശ്രീ KMA സലാമായും ഒരു 2 പേർ ഇപ്പോൾ വിടപെട്ടു. PP തങ്കച്ചൻ സാറുമായി അടുത്ത ബന്ധം സലാമിനുണ്ടായിരുന്നു. പെരുമ്പാവൂരിലെ മുനിസിപ്പൽ ചെയർമാൻ എന്ന രീതിയിൽ പെരുമ്പാവൂരിന് ഒട്ടേറെ വികസനങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹമാണ്. പെരുമ്പാവൂരിലെ ഇന്ന് കാണുന്ന EMS ഹാളടക്കം ഇവിടുത്തെ പല നിർമ്മാണങ്ങളും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയവയാണ്. മുനിസിപ്പൽ കൗൺസിലർ എന്ന രീതിയിലും അദ്ദേഹം മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. INDC പ്രവർത്തകരുടെ ആവേശമായിരുന്നു. അങ്ങനെ ഒരു നാടിൻ്റെ സമഗ്ര പുരോഗതിയിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് സലാം. കൂടാതെ നമ്മുടെ സഹകരണ മേഖലയിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. പെരുമ്പാവൂർ കാർഷിക വികസന സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്നുള്ള വിയോഗം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ദുഃഖമാണ്. ഈ നാടിൻ്റെ ദുഃഖമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും ഞാൻ പ്രകടിപ്പിക്കുന്നു. എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്നെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. KMA സലാംക രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം നഗരസഭാ ചെയർമാനായിരുന്ന ആ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരം നേടിയെടുക്കത്തക്ക തരത്തിൽ രാഷ്ട്രീയത്തിനതീതമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സലാംകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ രംഗത്തെ മാന്യതയുടെ പര്യായമായിരുന്നു KMK സലാംക. അദ്ദേഹത്തിൻ്റെ മരണം കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല പെരുമ്പാവൂരിലെ പൗരാവലിക്കാകെ തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഭരണ കാലയളവ് പെരുമ്പാവൂരിൽ ഓരോ വിഷയങ്ങൾക്കും വ്യക്തമായ നിലപാടുള്ള ആളായിരുന്നു. നേരും നെറുകേടും തമ്മിലുള്ള തിരിച്ചറിവും ആരുടെയും മുഖം നോക്കാതെ ആ നിലപാടിൽ ന്യായമാണെങ്കിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. പെരുമ്പാവൂരിൻ്റെ നഗരസഭാ പിതാവ് എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ രംഗത്ത് സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ KMA സലാം. അദ്ദേഹം നഗരസഭാ പിതാവായിരുന്ന കാലത്ത് നിരവധി ഒത്തിരി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ഒരു വ്യക്തിത്വത്തിനുടമയാണ്. എല്ലാറ്റിനുപരി സത്യസന്ധനായ, അഴിമതിയുടെ കറപുള്ളാത്ത
ജനസേവനം മാത്രം മുഖമുദ്രയായി സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോയ ഒരു പൊതുപ്രവർത്തകനെ പെരുമ്പാവൂർ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ അപൂർവം ചില നേതാക്കൾ യാതൊരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ അദ്ദേഹത്തിന് എത്തിച്ചേർന്നിട്ടതൊക്കെ സ്വാഭാവികം മാത്രമാണ്. കുന്നത്താട് കാർഷിക വികസന ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും പെരുമ്പാവൂർ നഗരസഭയുടെ പിതാവ് എന്ന നിലയിലും രാഷ്ട്രീയ രംഗത്തും വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഈ നാടിന് തീരാത്ത നഷ്ടമാണ്. പൊതുപ്രവർത്തകർക്ക് അദ്ദേഹ ജീവിതം ഒരു പാഠമാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പെരുമ്പാവൂരിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ കറകളഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ പര്യായമായി മാറിയ KMA സലാമിന് ഞങ്ങളുടെ ആദരാജ്ഞലികൾ അർപ്പിച്ചുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ.